അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാലിഖിനെ തേടിയ ഓരോ മഖ്ലൂക്കും ആത്മീയ ലോകത്തെ വിവിധങ്ങളായ അനുഭൂതികളെ തിരിച്ചറിഞ്ഞവരാണ്. സൂഫിയാക്കളുടെ ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്ന അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ്റെ അത്തരത്തിലുള്ള വർണ്ണനകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ ലോകം പടച്ചോന് തലയില്ലടാ, ഈ മഹാലോകം പടച്ചോന് തലയില്ലടാ, തലയില്ലടാ. ഈ ലോകം പടച്ചോന് തലയില്ലടാ, ഈ മഹാലോകം പടച്ചോന് തലയില്ലടാ. ഈ ലോകത്തിറയോനോരിടമില്ലടാ പൊന്നെ, ഈ വക പറഞ്ഞോന് നിലയില്ലടാ, നിലയില്ലടാ. ഈ അഖിലാണ്ടം മൊത്തം പോറ്റുന്ന റബ്ബ് സുബ്ഹാനഹു തആലക്ക് തലയില്ല, ഇടമില്ല എന്നാണ് കവി പറയുന്നത്. അതാണല്ലോ ഇൽമുൽ അഖീദയിൽ മനോഹരമായി കോർത്തിണക്കിയ കിഫായത്തുൽ അവാമിൽ. അള്ളാഹുവിൻ്റെ വാജിബായ സിഫാത്തുകൾ എണ്ണി പറയുന്ന സ്ഥലത്ത് മുഖാലിഫുല്ലിൽ ഖവാലിഖി ബിൽ ഇത്തിലാഖ്, അഥവാ സൃഷ്ടികളോട് പൂർണ്ണമായും വ്യത്യസ്തനാവുക എന്ന് മനോഹരമായി അഹ്മദ് മർസൂഖി തങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കവി തുടരുകയാണ്. തലയില്ലാത്തവൻ നട്ട മരമുണ്ടടാ, വൃക്ഷം ശിഖരത്തിൽ നിറയ്ക്കായും കനിയുണ്ടടാ. തലയില്ലാത്തവൻ നട്ട മരമുണ്ടടാ, വൃക്ഷം ശിഖരത്തിൽ നിറയ്ക്കായും കനിയുണ്ടടാ. കനി തിന്ന് കലിമത്തിൽ കമാലകടാ, കനി തിന്ന് കലിമത്തിൽ കമാലകടാ. പൊന്നെ കനി കിട്ടാൻ കാമിലിൻ്റെ കദം തേടടാ, കദം തേടടാ. ഈ മഹാപ്രപഞ്ചം വലിയൊരു വടവൃക്ഷത്തോടാണ് കവി അതിനെ ഉപമിക്കുന്നത്. അതിലൊരുപാട് കായ്കളും കനികളുമൊക്കെയുണ്ട്. അതിൽ നിന്നും കലിമത്തിനെ, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൻ്റെ കലിമയോട് ചേർന്ന് നിൽക്കുന്ന നല്ല കനികളെ മാത്രം ഭക്ഷിച്ച് ദീനിൽ നീ കമാലാകടാ എന്നാണ് ഇച്ഛ നിർദ്ദേശിക്കുന്നത്. മരത്തിനൊരടി വേരെ മുരടുണ്ടടാ, മീമ് നടുക്കയാ മുഹമ്മദ് തെളിവുണ്ടടാ. മരത്തിനൊരടി വേരെ മുരടുണ്ടടാ, മീമ് നടുക്കയാ മുഹമ്മദ് തെളിവുണ്ടടാ. ആ മരത്തിൻ്റെ നടുവേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ഇച്ഛ പറയുന്നത്. നാളെ ഉമ്മത്തീങ്ങൾ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ, എല്ലാവരും വിഷമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വരുന്നത് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളാണ് ഈ വൃക്ഷത്തിൻ്റെ മുരട് എന്ന് പറയുന്നതിലൂടെ സൃഷ്ടിയും തിരുദൂതരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ വളരെ മനോഹരമായിട്ടാണ് കവി കുറിച്ചിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മരത്തിനൊരടി വേരെ മുരടുണ്ടടാ, മീമ് നടുക്കയാ മുഹമ്മദ് തെളിവുണ്ടടാ. മരത്തിനൊരടി വേരെ മുരടുണ്ടടാ, മീമ് നടുക്കയാ മുഹമ്മദ് തെളിവുണ്ടടാ. ഇരുമീമിലൊരു മീമ് മുഹിയദ്ദീനടാ, ഇരുമീമിലൊരു മീമ് മുഹിയദ്ദീനടാ. പൊന്നെ മുലയൂട്ടും മുറബീത്തൻ കദം തേടടാ, കദം തേടടാ. രണ്ട് മീമാണ് സകലതിനും മാർഗദർശി. ഒന്ന് മുത്തുനബി തങ്ങളാണ്, മറ്റൊന്ന് മുറബിയും. പറഞ്ഞു വരുന്നത് മുറബിയിൽ നിന്നും മുഹമ്മദിലൂടെ ഇലാഹിലേക്ക് ലയിക്കുന്ന സുലൂക്ക്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും എന്നാണല്ലോ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അങ്ങനെ ആ മുറബിയാക്കളിൽ കേമനായ, ഔലിയാക്കളിൽ സർവോപരി നെറുകയിൽ നിൽക്കുന്ന അബ്ദുൽ ഖാദിർ തങ്ങളെ നീ
അബ്ദുൽ ഖാദിർ തങ്ങളിൽ ലയിച്ചുകൊണ്ട് നീ ഇലാഹിലേക്ക് അടുക്കടാ എന്നാണ് ഇച്ച നിർദ്ദേശിക്കുന്നത്. മൂലയിൽ പാലോരുക്കിയോരവരുണ്ടടി, മധുരത്തെ അകത്താക്കി സുഖം കൊള്ളടി. മൂലയിൽ പാലോരുക്കിയോരവരുണ്ടടി, മധുരത്തെ അകത്താക്കി സുഖം കൊള്ളടി. മധുരത്തെ അകത്താക്കി നീ സുഖം കൊള്ളടി എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഇച്ച സൂചിപ്പിക്കുന്നത്? ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിന് തൻ്റെ പോഷക സമൃദ്ധമായ പാല് എങ്ങനെയാണോ നൽകുന്നത്, അതുപോലെ ഓരോ മുറബിയും ഇസ്ലാമിൻ്റെ സുദൃഢവും സുന്ദരവുമായ വഴിയെ അതിനെ കോർത്തിണക്കിക്കൊണ്ട് നിനക്ക് പകർത്താൻ പാകത്തിൽ തയ്യാറാക്കി വെച്ചത് നീ എടുത്ത് അകത്താക്കിക്കോ എന്നാണ് ഇച്ച നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ സൽപാന്താവിൽ മനസാ വാച കർമ്മണ ലയിച്ചുകൊണ്ട് നീങ്ങുന്നവരെ നാളെ കാത്തിരിക്കുന്നത്, അവർ നാളെ ആസ്വദിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ വളരെ സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവി ബിരുത്തം അവസാനിപ്പിക്കുകയാണ്. മൂലയിൽ പാലോരുക്കിയോരവരുണ്ടടി, മധുരത്തെ അകത്താക്കി സുഖം കൊള്ളടി. മൂലയിൽ പാലോരുക്കിയോരവരുണ്ടടി, മധുരത്തെ അകത്താക്കി സുഖം കൊള്ളടി. സുഖം കൊള്ളാൻ സുവർഗത്തിൽ ഇടമുണ്ടടി, സുഖം കൊള്ളാൻ സുവർഗത്തിൽ ഇടമുണ്ടടി. സുഖം തരുന്നവനെ വലതുമില്ലടി, വലതുമില്ലടി. ഈ ലോകം പടച്ചോന് തലയില്ലടായി, മഹാലോകം പടച്ചോന് തലയില്ലടാ, തലയില്ലടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.